അഭിമന്യു വധക്കേസിൽ കാണാതായ മുഴുവൻ രേഖകളുടെ പകർപ്പ് പുനഃസൃഷ്ടിച്ച് കോടതിയിൽ ഹാജരാക്കി 2019 ജനുവരിയിലാണ് രേഖകൾ നഷ്ടപ്പെട്ടതെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 23 ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. വിവരം ഹൈക്കോടതിയെ അറിയിച്ച് വിഷയം അന്വേഷിക്കാൻ എൻക്വയറി ഓഫീസറെ ചുമതലപ്പെടുത്തിയതായും കോടതി വ്യക്തമാക്കി. പ്രതിഭാഗത്തിന്റെ വാദം പരിശോധിക്കുന്നതിനായി കേസ് 25ലേക്ക് മാറ്റിയിട്ടുണ്ട്. ജിജീഷ് കരുണാകരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, വിശദാംശങ്ങൾ. അഭിമന്യു കേസിലെ പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ അത് പുനഃസൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ അത് പുനഃസൃഷ്ടിച്ച് നൽകാൻ പ്രോസിക്യൂഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഷ്ടപ്പെട്ട 11 രേഖകളും പുനഃസൃഷ്ടിച്ചതിന് ശേഷം ഇന്ന് കോടതിയിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ, അതായത് ഈ രേഖകളെല്ലാം തന്നെ നഷ്ടമായിട്ടുള്ള കോടതിയിൽ ഇന്ന് ഹാജരാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വാദത്തിനിടയിലാണ് കോടതി വ്യക്തമാക്കിയത് ഈ രേഖകൾ നഷ്ടപ്പെട്ടത്, അഭിമന്യു വധക്കേസിലെ രേഖകൾ നഷ്ടപ്പെട്ടത് 2019 ജനുവരിയിലാണ് എന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അറിയിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബർ 23 തന്നെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് തന്നെ ഹൈക്കോടതിയിൽ വിവരം അറിയിച്ചിരുന്നു എന്നും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കുന്നു. വിഷയം അന്വേഷിക്കാൻ എൻക്വയറി ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ രേഖകൾ പുനഃസൃഷ്ടിക്കുന്നതിൽ എതിർപ്പുമായി പ്രതിഭാഗം രംഗത്ത് വരികയായിരുന്നു. നേരത്തെ തന്നെ അത്തരം സൂചനകൾ ഉണ്ടായിരുന്നു. പ്രതിഭാഗം ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുമെന്ന്. സ്വാഭാവികമായും അത് വിചാരണ നടപടികൾ നീണ്ടുപോകുന്നതിനെല്ലാം തന്നെ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതിഭാഗത്തിന് നൽകിയ രേഖകളുമായി പ്രോസിക്യൂഷന്റെ രേഖകൾ ഒത്തുനോക്കാമെന്നും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രതിഭാഗത്തിന്റെ വാദം കേൾക്കുന്നതിന്, അതായത് ഈ നിലവിൽ നൽകിയിട്ടുള്ള പുനഃസൃഷ്ടിച്ച രേഖകളുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗത്തിനുള്ള എതിർപ്പ് പരിശോധിക്കുന്നതിന് വേണ്ടി പ്രതിഭാഗത്തിന്റെ വാദം പരിശോധിക്കാൻ 25ലേക്ക് കേസ് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ കോടതി നടത്തിയൊരു നിരീക്ഷണം എന്ന് പറയുന്നത് സിവിൽ കേസുകളിലേതുപോലെ പല കേസുകളിലെയും രേഖകൾ സാധാരണ നിലയ്ക്ക് അത് കോടതിയിൽ നിന്ന് നഷ്ടപ്പെടാറുണ്ട്. അതൊരു സാധാരണ സംഭവമാണ്. അഭിമന്യു കേസിൽ മാത്രമായി അത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതില്ല. പല കേസുകളിലും ഇത്തരത്തിൽ കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. രേഖകൾ നഷ്ടപ്പെടുന്നത് സാധാരണ സംഭവമാണെന്നും ഈ കേസിന് മാത്രമായി പ്രത്യേകത ഉള്ളതായി കാണേണ്ടതില്ല എന്നും കോടതി വാദത്തിനിടെ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾക്കിടെ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് കേസ് പരിഗണിക്കുന്നത് 25ലേക്ക് മാറ്റിയത്. മാത്രമല്ല, ഇപ്പോൾ പുനഃസൃഷ്ടിച്ച് സമർപ്പിച്ചിരിക്കുന്ന രേഖകളുടെ പരിശോധന കോടതി പൂർത്തിയാക്കേണ്ടതുണ്ട്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അത് കോടതി അംഗീകരിക്കുമോ ഈ തയ്യാറാക്കിയിരിക്കുന്ന രേഖകൾ എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കോടതി അംഗീകരിച്ചാലും അക്കാര്യത്തിൽ പ്രതിഭാഗം ഉയർത്തുന്ന എതിർപ്പുകൾ അതും പ്രധാനമാണ്. പ്രതിഭാഗത്തിന്റെ കൈവശമുള്ള രേഖകളുമായി ഇതെല്ലാം ഒത്തുനോക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. സ്വാഭാവികമായും വിചാരണ നീളുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ശരി ജിജീഷ്.